ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ്. അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. മലപ്പുറം ജില്ലയെ അപമാനിച്ച മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന് രമേശ് ചെന്നിത്തല. സർക്കാർ ദുരിതത്തിലാക്കിയ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി നിലമ്പൂരിലെ ജനങ്ങൾ വിധിയെഴുതും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ പിണറായി സർക്കാർ കാവൽ മന്ത്രിസഭയായി മാറുമെന്നും ചെന്നിത്തല. മുഖ്യമന്ത്രി നിലമ്പൂരിൽ പറഞ്ഞ ചതിപ്രയോഗം ജില്ലയെ അപമാനിക്കലാണ്. വിഷയത്തിൽ മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. മലപ്പുറത്തിന്റെ മതേതരത്വത്തിന്റെ മഹിമ സിപിഎമ്മിന് ഉൾക്കൊള്ളാനാവുന്നില്ല. മലപ്പുറത്തെ വിദ്യാർത്ഥികൾ കോപ്പിയടിച്ചാണ് ജയിക്കുന്നതെന്നാണ് VS അച്യുതാനന്ദൻ പറഞ്ഞിരുന്നത്. സർക്കാരിന്റെ നേട്ടമായി മുഖ്യമന്ത്രിക്കൊന്നും പറയാനില്ല. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പദ്ധതികളുടെ പിതൃത്വം ഏറ്റെടുക്കലാണ് സർക്കാരിന്റെ പണി. കണ്ണൂർ വിമാനത്താവളം, കൊച്ചി മെട്രോ, വിഴിഞ്ഞം പദ്ധതികളെല്ലാം UDF കൊണ്ടുവന്നതാണ്. ജനവിരുദ്ധരായി മാറിയ പിണറായി സർക്കാരിനെതിരെ കേരള ജനതയുടെ വികാരം ഉൾക്കൊണ്ട് നിലമ്പൂർ ജനവിധി എഴുതും. ഇവിടെ LDFും UDFും തമ്മിലാണ് മത്സരം. മറ്റാരും ചിത്രത്തിലില്ലെന്നും അൻവറിനെ സൂചിപ്പിച്ച് ചെന്നിത്തല പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ പിണറായി വിജയൻ ഗവൺമെന്റ് ഒരു കാവൽ മന്ത്രിസഭയായിരിക്കും. UDF ഉജ്ജ്വലമായ വിജയമായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നേടാൻ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത, ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജനങ്ങളോട് പറയാൻ ഒന്നുമില്ല എന്നുള്ളതാണ്. 9 വർഷക്കാലത്തെ ഇടതുമുന്നണിയുടെ ദുർഭരണത്തിനെതിരായി വിധിയെഴുത്ത് നടത്താൻ ജനങ്ങൾ കാത്തിരിക്കുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് നേട്ടങ്ങളൊന്നും അവകാശപ്പെടാനില്ല. വൻകിട വികസന പദ്ധതികളൊന്നും കൊണ്ടുവന്നിട്ടില്ല. UDF ഗവൺമെന്റ് കാലത്ത്, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് കൊണ്ടുവന്ന വൻ വികസന പദ്ധതികളുടെ പിതൃത്വം അവകാശപ്പെടുക മാത്രമാണ് ഇവർ ചെയ്യുന്നത്. കണ്ണൂർ വിമാനത്താവളമാണെങ്കിലും കൊച്ചി മെട്രോ ആണെങ്കിലും വിഴിഞ്ഞം പദ്ധതിയാണെങ്കിലും എല്ലാം ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് ആരംഭിച്ച പദ്ധതികളാണ്. ആ പദ്ധതികൾ സ്വാഭാവികമായി നടക്കുന്ന പൂർത്തീകരണമല്ലാതെ മറ്റ് പുതിയ ഒരു വികസന പദ്ധതിയും കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന് ആരംഭിക്കാനോ പൂർത്തീകരിക്കാനോ കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഡൽഹി പോയിരിക്കുകയാണ് മുഖ്യമന്ത്രി. ഇനിയും ഭരണം അവസാനിക്കാൻ 7 മാസം മാത്രമുള്ളപ്പോൾ ഡൽഹിയിൽ പോയി എന്ത് വികസന പദ്ധതി കൊണ്ടുവരാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്? അപ്പോൾ ഇത് ആളുകളെ കബളിപ്പിക്കുക മാത്രമാണ്. സ്വന്തം മാതാവിനെ കാണുമ്പോൾ പോറ്റമ്മയെ മറക്കുന്ന കുട്ടികളുടെ സ്ഥിതിയാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഈ UDF ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതികളുടെ പിതൃത്വം അവകാശപ്പെടുകയും ആ പദ്ധതികൾ തങ്ങളുടേതാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഏക ജോലിയാണ് ഇപ്പോൾ ഇടതുമുന്നണി ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിലമ്പൂരിലെ ജനങ്ങൾ ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ വേണ്ടിയാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. UDF ഒറ്റക്കെട്ടായാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ലീഗാണ് പ്രചരണ രംഗത്ത് മുന്നിൽ നിൽക്കുന്നത്. തിരൂരങ്ങാടിയിൽ ആന്റണിക്ക് ലഭിച്ച ചരിത്ര ഭൂരിപക്ഷം നൽകിയ ലീഗ് നിലമ്പൂരിൽ ആര്യടൻ ഷൌക്കത്തിനും വൻ വിജയം സമ്മാനിക്കും. മലയോരത്ത് വന്യമൃഗശല്യം രൂക്ഷമാണെങ്കിലും സർക്കാർ ഒന്നും ചെയ്തില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് വിഷയം കേന്ദ്രത്തെ ധരിപ്പിക്കാൻ ശ്രമം തുടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.